ഏത് കാലഘട്ടങ്ങളിലും പലരും ഭയപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്ക് ധാരാളം തെളിവുകൾ കണ്ടെത്താൻ കഴിയും. ഓപ്പിയം വാറിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഉണർന്നിരിക്കുന്ന യുവത, അവരുടെ ഉണർവ് പലരുടെയും ഭീതിയാണ്. അധികാരിവർഗത്തിന്റെ, സ്വേച്ഛാധിപതികളുടെ, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ ചൂഷകരുടെയും ഭീതിയാണ് ഉണർന്നിരിക്കുന്ന യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണർവിനെ ഭയപ്പെടുന്നവർ നിരന്തരമായി ഈ യുവത്വത്തെ ഉറക്കിക്കിടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉണർന്നാൽ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം ഉണ്ടാവും. എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ലോകത്തെ സർവമാറ്റങ്ങളുടെയും കാരണമായി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്നതൊരു രാഷ്ട്രീയ ബോധമാണ്. എന്തുകൊണ്ട് നമ്മുടെ റേഷൻ അരികൾക്ക് വില വർദ്ധിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ ഇന്ധന വില വാണകുറ്റിക്ക് തീ കൊടുത്തതുപോലെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതും, എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു കൂരയ്ക്ക് മുകളിലൂടെ വലിയ വലിയ റോളറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു എന്നതും, നമ്മുടെ ദണ്ഡകാരണ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നതും, ഇവിടെ ദിനേന എന്നവണ്ണം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പടുകൂറ്റൻ ഷോപ്പിംഗ് മാളുകൾ, അത് ഞങ്ങളുടെ ഹൃദയ രക്തം ഊറ്റിയെടുത്ത ഞങ്ങളുടെ ഹൃദയ ചോരയാണ് എന്നതും ഒരു സമരമാണ്, ഒരു മുറവിളിയാണ്. ഈ മുറവിളി നമ്മളെ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ഭീതിയാണ്. അതുകൊണ്ട് നമ്മളാരും ഒച്ച വെക്കരുത്, നമ്മളാരും ബഹളം വെക്കരുത്, നമ്മളാരും ആരെയും ചോദ്യം ചെയ്യരുത്. അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കാൻ, അങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും എളുപ്പമായ വഴി നമ്മളെ മയക്കി മലർത്തിക്കിടത്തുക എന്നതാണ്. അങ്ങനെ മയക്കി മലർത്തിക്കിടത്താൻ നല്ല തീവ്ര വിചാരങ്ങളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ദേശീയ ഗെയിംസ് വന്നപ്പോൾ ഒരു പ്രഭാതത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ തെരുവുകളിൽ ഒരു നീണ്ട കൂട്ടയോട്ടം കണ്ടു. ആ ദേശീയ ഗെയിംസിൽ നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവ് തുരന്നെടുത്ത് കോടികൾ വഴിയാധാരമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും നികുതി തുള്ളികൾ ചേർന്ന നമ്മുടെ പണം അത് അനാവശ്യമായി ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ യുവത്വം ഒരു കൂട്ടയോട്ടത്തിന് തയ്യാറായില്ല എന്നത് ഒരു ചോദ്യമാണ്. നമ്മുടെ രാജ്യം സമ്പന്നമായ ഒരു രാജ്യം അല്ല. ഈ രാജ്യത്ത് ഒരു നേരത്തെ പശി മാറ്റാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. ഏതാണ്ട് 60% താഴെ ജനങ്ങൾ നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുന്നവരാണ്. അവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല എന്നത് മാത്രമല്ല, മാസമുറ ഉണ്ടാവുമ്പോ തുടച്ച് വൃത്തിയാക്കാൻ കീറ തുണികൾ ലഭ്യമല്ല. ചെളിവാരി കുഴച്ച് മാസമുറയെ തടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ ജനതയുടെ നാടാണ് ഇന്ത്യ. അപ്പോഴാണ് നമ്മൾ ഈ ഖജനാവുകൾ ചോർത്തിയെടുക്കുന്ന അഴിമതിയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചുമുള്ള വിചാരപ്പെടലുകൾ മറന്നുപോകുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ പ്രശ്നം. സ്പോർട്സ് മാത്രമല്ല, ലഹരിയെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടത് പോലുമില്ല. മതം രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ആയുധമാക്കപ്പെടുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫാഷിസം ഇടവഴിയിൽ ഒളിച്ചു നിൽക്കുകയല്ല, മറനീക്കി അതിന്റെ ക്രൗര്യഭാവത്തെ പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിംസാത്മകത അതിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് നമുക്കിടയിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്.
അത് നമ്മളെ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുത്തുന്നത് കൂടിയാണ്. ഹിംസാത്മകത ഇന്ന് ഫാഷിസ്റ്റ് സംഘടനകളിൽ നിന്ന്, മതതീവ്രവാദ സംഘടനകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും യുവജന സംഘടനകളിലേക്കും പരകായ പ്രവേശം നടത്തിയിരിക്കുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണ്. എന്തും ഭീഷണി കൊണ്ട്, ആക്രമം കൊണ്ട് പരസ്യമായി സാധിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജനാധിപത്യമല്ല, രാഷ്ട്രീയം പോലും അല്ല. ഇവിടെ ഹിംസയെ നമുക്കിടയിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആരോഗ്യമുള്ള, സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാത്രമേ പുരോഗതി ഉണ്ടാവൂ. പുരോഗതിക്ക്, വികസനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു കാലമാണ്. വികസനം എന്ന് പറയുന്നത് പോലും ഇന്നൊരു അശ്ലീലമാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഷോപ്പിംഗ് മാളുകളും ഫ്ളാറ്റുകളും റെയിൽവേ സ്റ്റേഷനുകളും മെട്രോ റെയിലുകളും വിമാനത്താവളങ്ങളും ഇതൊക്കെ വികസനത്തിന്റെ അടയാള ചിഹ്നങ്ങളായി വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. യഥാർത്ഥത്തിൽ വികസനം എന്ന് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനതയുടെ വികസനമാണ്. ഇന്നലെ വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ദരിദ്രരുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ എന്ത് പുരോഗതി ഉണ്ടായി? പുരോഗമനം എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ ഭരിച്ചവരുടെ വേഗത കുറവായിരുന്നു. ഇന്നലെ ഭരിച്ചിരുന്നവർ നമ്മുടെ രാജ്യം തീറെഴുതി കൊടുക്കുന്നിടത്ത് കാണിച്ച ഒരു മെല്ലെപ്പോക്കിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ വികസനം വരാതിരുന്നത്. ഇന്ന് വികസനം വരുന്നു എങ്കിൽ, നാളെ അതിവേഗതയിൽ വികസനം വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റഡ് മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നമ്മുടെ തെരുവിൽ കാണുന്ന വെള്ളയടിച്ച ഈ കുമ്മായ കാഴ്ചകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ യുവത്വം നിഷ്ക്രിയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ ബോധം, ഞാൻ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത്, രാഷ്ട്രീയം, രാഷ്ട്രസംബന്ധിയായ വിഷയത്തെ കുറിച്ചാണ്. സുന്നി യുവജന സംഘത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ഈ യുവാക്കളുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ രാഷ്ട്രീയ ബോധം, സാമൂഹ്യ ബോധം, അത് ഇവിടെ ഉറക്കിക്കിടത്തിക്കൊണ്ടിരിക്കുന്നു. ഉണർത്തേണ്ടവർ പോലും നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രതിലോമപരമായി യുവത്വത്തെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിപ്ലവ യുവജന സംഘടനകളുടെ പ്രകടനങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഉള്ളം തുറപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളല്ല. നമ്മുടെ വാക്കുകൾക്ക്, മുദ്രാവാക്യങ്ങൾക്ക് അതിന്റെ മുനയൊടിഞ്ഞുപോയിരിക്കുന്നു, അതിന്റെ മൂർച്ച അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. പകരം ശിങ്കാരിമേളങ്ങളുടെ, വാദ്യമേളങ്ങളുടെ കാതടപ്പിക്കുന്ന ശബ്ദഘോഷങ്ങളിൽ നാടി തളർന്ന ഒരു യുവത്വം നമ്മുടെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നേരെ നമ്മൾ ആയിരുന്നില്ല. അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കുമ്പോഴും, നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാകുമ്പോഴും, ഏറ്റവും പ്രധാനമായി നമ്മുടെ യുവത്വം നമ്മുടെ തെരുവുകളിൽ നിന്ന് ഈ സമൂഹത്തെ തന്നെ ഉണർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മുടെ വാക്കുകൾക്ക് പോലും മൂർച്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പി രാമേന്ദ്രന്റെ കാവ്യഭാഷയിൽ പറഞ്ഞാൽ ലോലമാം റബ്ബറുറയിട്ട വാക്കുകളാണ് ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. അതിന് പ്രജനനശേഷിയില്ല, അതിന് പ്രത്യുൽപാദന ശേഷിയും ഇല്ല. ആപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ ഒച്ചൊഴിഞ്ഞൂർന്നുപോയ തൊണ്ടിൽ നിന്നും നൂതി ഉണ്ടാക്കും വെറും ഒച്ചകൾ മാത്രമായി നമ്മുടെ വാക്കുകൾ നിരർത്ഥകമായി കൊണ്ടിരിക്കുന്നു. നമ്മളെ ഉണർത്തുന്ന വാക്കുകൾ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയില്ല. വീൺവാക്കുകൾ കൊണ്ട്, പ്രയോഗം നഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ട് താൽക്കാലികതയിൽ യുവത്വത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സാമൂഹ്യ ബോധമുള്ള, ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയുടെ നിർമ്മിതി, അതിന് മാത്രമേ
നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ യുവത്വം ഇന്ന് ആഘോഷിക്കുകയാണ്. യുവത്വം ആഘോഷിക്കാനുള്ളതാണ്. അവരെല്ലാവരും ഇന്ന് ആത്മരതിയിലാണ്. സെൽഫിസം ഇന്ന് ഒരു ഭീകരതയായി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഗ്രീക്ക് രാഷ്ട്രത്തിൽ രാഷ്ട്രീയ വിമുഖത കാണിച്ചിരുന്ന സമൂഹത്തെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്, ഇഡിയോട്സ്. ഇതിൽ നിന്നാണ് ഇഡിയറ്റ്, പമ്പരവിഡ്ഢി എന്ന വാക്കുണ്ടായത്. അതിൻ്റെ ഈ പമ്പരവിഡ്ഢി എന്ന ഇഡിയറ്റ് എന്ന വാക്കിന്റെ ഒരു പര്യായ പദമാണ് യഥാർത്ഥത്തിൽ സെൽഫിസം എന്ന് പറയുന്നത്, സെൽഫി എന്ന് പറയുന്നത്. എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്നറിയാത്ത, സ്വന്തം ചിത്രം പകർത്തി അത് മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ധൃതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദുരന്തം നടക്കുമ്പോഴും അപകടം നടക്കുമ്പോഴും സന്തോഷമാണെങ്കിലും ഇതിൽ വ്യത്യാസം നമ്മൾ കാണുന്നില്ല. ഞാനിവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന ആലോചന നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ യുവത്വം. കൂത്സയുടെ ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. വിയറ്റ്നാം ഒരു ഒരു പ്രശ്നം, തന്റെ ദാമ്പത്യം താൽക്കാലികമായി പിരിഞ്ഞ ഒരു സന്ദർഭത്തിൽ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നം ഉടലെടുത്തു. ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം? വളരെ ലളിതമായി ഈ പ്രശ്നത്തെ വിയറ്റ്നാമിൽ യുദ്ധവർഷം നടത്തിയ സൈനികൻ പരിഹരിക്കുന്നു. തന്റെ കയ്യിലുള്ള ഒരു തോക്കുകൊണ്ട് കുട്ടിയെ വെടിവെച്ചു കൊന്നു. ഇങ്ങനെ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന, ഇതൊരു കഥയായിരിക്കാം, പക്ഷേ ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന, സ്വന്തത്തിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന, സാമൂഹ്യപരമായ ഒരു ബാധ്യതയും നിർവഹിക്കാത്ത, ഒരു സിദ്ധാന്ത ഭാരവും അലട്ടാത്ത ഒരു യുവത്വം നമുക്കിടയിൽ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭീഷണി എന്ന് പറയുന്നത്. സെൽഫിസം എന്ന് പറയുന്നത് അത് അഹങ്കാരമാണ്, സ്വാർത്ഥതയാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് ആകാശത്തേക്ക് ഉയരലാണ്, ഞാൻ എന്ന ഭാവമാണ്. അതിനെതിരായി വരുന്നത്, അഹന്തയ്ക്കെതിരായി വരുന്നത് അത് ആത്മീയതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ വിനയമാണ്, അത് മണ്ണിലേക്കിറങ്ങലാണ്. ഇങ്ങനെ മണ്ണിലേക്കിറങ്ങാൻ കഴിയാത്ത ഒരു യുവത്വം, ആകാശത്തേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവത്വം, ഇവിടെ മണ്ണിലേക്കിറങ്ങാൻ വേണ്ടി ഈ യുവത്വത്തെ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സുന്നി യുവജന സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വവിഖ്യാതനായ സോക്രട്ടീസിന്റെ മുമ്പിൽ അഹങ്കാരത്തിന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ സോക്രട്ടീസിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ കയ്യിൽ ലോകത്തിന്റെ ഭൂപടം ഉണ്ടോ? ലോകത്തിന്റെ ഭൂപടം കൊണ്ടുവന്നു. ഇതിൽ നിങ്ങളുടെ രാജ്യം എവിടെയാണ്? അദ്ദേഹം അടയാളപ്പെടുത്തി, ഏതൻസ്. അതിൽ താങ്കൾ എവിടെയാണ്? ഏതൻസ് എന്ന് പറയുന്ന തന്റെ രാജ്യത്ത് ലോക ഭൂപടത്തിൽ വളരെ ചെറുതായി മാത്രം അടയാളപ്പെടുത്തപ്പെട്ട ഏതൻസിൽ താൻ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്താൻ കഴിയാതെ ഉലഞ്ഞുപോയ, തള്ളവിരൽ വിയർത്തുപോയ ഒരു അഹങ്കാരിയെ കുറിച്ച് സോക്രട്ടീസ് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മളെല്ലാവരും അഹംബോധത്താൽ ഇങ്ങനെ ശിരസ്സുയർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ച് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മണ്ണിലേക്കിറക്കാൻ, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഓരോ മനുഷ്യനിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിനെയാണ് സുന്നി യുവജന സംഘം സ്വീകരിക്കുന്നത്. അബ്രഹാം ലിങ്കൺ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് കടന്നു വന്നു. അവര് അബ്രഹാം ലിങ്കനെ ഒന്ന് അവഹേളിക്കാൻ തീരുമാനിച്ചു. താങ്കളാണോ താങ്കളുടെ ഷൂ പോളിഷ് ചെയ്യുന്നത്? ലിങ്കൺ പ്രതികരിച്ചു, എത്രേ, അപ്പോൾ നിങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഷൂ ആണോ പോളിഷ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ ഷൂ മറ്റുള്ളവരാണ് പോളിഷ് ചെയ്യുന്നത്. അബ്രഹാം ലിങ്കൺ പറഞ്ഞു, എങ്കിൽ ഞാൻ എന്റെ ഷൂ പോളിഷ് ചെയ്യുന്നിടത്തല്ല മഹത്വമുള്ളത്, ഞാൻ അപരന്റെ ഷൂ പോളിഷ് ചെയ്യുന്നിടത്താണ്. അവിടേക്ക് ഉയരാൻ എനിക്കായില്ലല്ലോ എന്ന്. അവിടേക്ക് ഉയരാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുമ്പിൽ
ഏറ്റവും വലിയ മാതൃകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, രാജാവാണ്, അധികാരമുള്ളവനാണ്, പ്രധാനമന്ത്രിയാണ്. ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരിക്കും രാജാവിന്, വലിയൊരു സിംഹാസനം ഉണ്ടായിരിക്കും. ആ സിംഹാസനത്തിൽ ഗർവോടെ ഇരിക്കേണ്ടവനാണ് രാജാവ്. ആരെവിടെ എന്നാണ് അദ്ദേഹം ചോദിക്കേണ്ടത്. എന്നാൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രാജകൊട്ടാരത്തിൽ നമുക്ക് സിംഹാസനം കാണാൻ കഴിയില്ല. അവിടെ വെഞ്ചാമരം വീശുന്ന നാരീമണികളെയും നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഉത്തരവുകൾ ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഒരു അധികാര കേന്ദ്രമല്ല. അർദ്ധരാത്രിയിൽ എല്ലാവരും നിശയുടെ നിശബ്ദതയിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന രാജാവ്, അധികാരി, ഖലീഫ, അദ്ദേഹം ഇരുട്ടിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു. നടവഴികളിലൂടെ നടന്നു എന്ന് ഒരു കൊച്ചുകൂരയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ വൃദ്ധയായ, രോഗിയായ, സ്വന്തമല്ലാത്ത, ബന്ധുവല്ലാത്ത ഒരന്യ സ്ത്രീ, വൃദ്ധയായ രോഗിയായ സ്ത്രീ, അവർക്ക് ശൗച്യം ചെയ്തു കൊടുക്കുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് അബ്രഹാം ലിങ്കൻ പറഞ്ഞ തനിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന ഒരു സ്ഥാനം. ആ സ്ഥാനത്തേക്ക് ഉയരലാണ്, അത് താഴലല്ല. താഴോട്ട് വരിക എന്ന് പറയുന്നത്, മണ്ണിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ ഉയർച്ച എന്ന് പറയുന്നത്. ഈ ഉയർച്ചയെയാണ് സുന്നി യുവജന സംഘം ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. 25,000-ഓളം വരുന്ന സഫ്വ അംഗങ്ങളെ സുന്നി യുവജന സംഘം ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങാൻ, അവശത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, ദുരിതക്കയത്തിൽ നീന്തുന്ന രോഗികളെ, അബലരെ, അവരെ കൈപിടിച്ച് സഹായിക്കാൻ ഒരു കൈച്ചൂട്ടുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, ഗ്രാമയോരങ്ങളിൽ, നടവഴികളിൽ ഈ യുവത കർമ്മനിരതരായി ഉണ്ടായിരിക്കുമെന്നാണ് ഈ സമ്മേളനം യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ ഇങ്ങനെ അവസാനിപ്പിച്ചോട്ടെ. ഖാദി മുഹമ്മദിന്റെ വരികളെ കടമെടുത്തുകൊണ്ട്, ആത്മപ്രഭാവത്താൽ പ്രശോഭിതമായ ഒരു മനസ്സിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശക്തി, ആ ശക്തിയെ ഈ കൈവിരലിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട്, ഈ കൈവിരലുകളെ ചൂട്ടുകളാക്കി നമ്മുടെ തെരുവോരങ്ങളെ പ്രകാശപൂരിതമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട്, സുന്നി യുവജന സംഘം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ കർമ്മനിരതമായ ഒരു തേരോട്ടത്തിന് ഒരു 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 സമാരംഭം ഈ സമ്മേളനത്തിലൂടെ, ഒരു പുനരാരംഭം ഈ സമ്മേളനത്തിലൂടെ സംഭവിക്കുകയാണ് എന്ന് ഉണർത്തി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സെമിനാറിനോട് പ്രതികരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. അധ്യക്ഷത വഹിക്കുന്ന എം മുഹമ്മദ് സ്വാദിഖ്, സംസാരിച്ച വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച SSFന്റെ സംസ്ഥാന പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, ഉമർ ഓങ്ങല്ലൂർ, SYSന്റെ നേതാക്കൾ, ഭാരവാഹികൾ, ശ്രീ MN മുഹമ്മദ് ഹാജി, ട്രഷറർ അടക്കം ആദരണീയരായ SYSന്റെ നേതാക്കൾ, മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, SYSന്റെ 60ാം വാർഷിക സമ്മേളനത്തിൽ ഉണർവിന്റെ യൗവനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരുണ്യത്തിന്റെ അസ്തമിക്കാത്ത പ്രതീകമായി
നമ്മുടെ രാജ്യത്ത് വിളങ്ങി നിൽക്കുന്ന ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മഹാസമ്മേളനം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പുതിയ ഒരു തലമുറയ്ക്ക് വലിയ പ്രചോദനമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ യുവത്വം ഏറ്റെടുക്കേണ്ടതായ കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിന്റെ മുദ്രാവാക്യം സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം എന്നാണ്. സ്വാഗത പ്രാസംഗികൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ചെറുപ്പക്കാരാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ 3/4%, 75% വരുന്ന ആളുകളും ചെറുപ്പക്കാരാണ്. 35 വയസ്സിലും താഴെ ശരാശരി പ്രായപരിധിയുള്ള ചെറുപ്പക്കാരാണ്. നമ്മുടെ രാജ്യത്തെ യുവാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെങ്കിൽ ഭാവി ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമില്ല. 70കളിലെയും 80കളിലെയും യുവസമൂഹത്തിൽ നിന്നും ഒരുപാട് പുരോഗതി ഇന്ന് ഉണ്ടായിട്ടുണ്ട്. യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള വസ്തുതകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ, അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, 80കളിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാ മേഖലയിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്, യുവാക്കളുടെ പ്രശ്നമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് തൊഴിലില്ലായ്മ. തൊഴിലിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ആ കാലയളവിൽ. നമ്മളൊക്കെ കവിതയിലും കഥകളിലും സിനിമയിലും മറ്റ് ചർച്ചാവേദികളിലെല്ലാം യുവാക്കളുടെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ച് പരാമർശിക്കാതെ കടന്നു പോവുകയില്ലായിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളിലൂടെ മറ്റ് കഥാകൃത്തുകളൊക്കെ തന്നെ കേരളത്തിന്റെയും ഇന്ത്യയുടെയും പൊതുസ്ഥിതിയെ സംബന്ധിച്ച് സംവദിക്കുമ്പോൾ യുവാക്കളുടെ തൊഴിലില്ലായ്മയെ ഒരു മുഖ്യ വിഷയമായി അവതരിപ്പിക്കുമായിരുന്നു. യുവജന സംഘടനകളെല്ലാം തന്നെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുക എന്ന വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു. തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യമൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരവധി പദയാത്രകൾ, കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള പദയാത്രകൾ ബഹുമാന്യരായ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ ബഹുമാന്യരായ ഈ കാലഘട്ടത്തിലെ നേതാക്കന്മാരൊക്കെ നയിച്ചിരുന്ന, അവരൊക്കെ ചെറുപ്പക്കാരായിരുന്നപ്പോൾ നയിച്ചിരുന്ന പദയാത്രകൾ, കേരള യാത്രകൾ, ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാക്കുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ആവശ്യം. മാറിയ ഇന്ത്യയിൽ ഇന്നത്തെ ചെറുപ്പക്കാർ പക്ഷേ തൊഴിലില്ലായ്മയുടെ പേരിൽ കേഴുന്ന ഒരു സമൂഹമായി ഇന്നില്ല. ഒരു വലിയ പ്രശ്നമായി ഇന്നാരും അതിനെ കാണുന്നില്ല. മറിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരൻ തൊഴിലാളിയല്ല, മറിച്ച് തൊഴിൽ ദാതാവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാലഘട്ടം മാറിയിരിക്കുകയാണ്. തൊഴിലിനു വേണ്ടി യാചിച്ചു നിന്ന ഇന്ത്യയിലെ ശരാശരി ചെറുപ്പക്കാരൻ തൊഴിലാളിയും കടന്ന് തൊഴിൽ ദാതാവായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 20 വയസ്സ് കഴിയുന്ന കാലഘട്ടം മുതൽ
ഉന്നത വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൂടെ കടന്നു വരുന്ന ചെറുപ്പക്കാരൻ, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ സ്റ്റാർട്ടപ്പ് വില്ലേജിലൂടെ കുതിക്കുകയാണ്. മാറിയ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പുരോഗതിയും തൻ്റെതായ മേഖലയിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവൻ തൊഴിൽ ദാതാവായി മാറിയിരിക്കുന്നു, ശമ്പളം കൊടുക്കുന്നവനായി ഇന്ന് മാറിയിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഭാവി രാഷ്ട്രത്തെ സംബന്ധിച്ചും നമ്മുടെ ഭാവിയെ സംബന്ധിച്ചും ആശങ്കകൾ നമ്മൾ പങ്കുവയ്ക്കുന്നു. എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മതേതര യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഏതാണ്ട് ഒരേ ദിശയിലാണ് ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ ഇവിടെ അവസാനം സൂചിപ്പിച്ച SSFന്റെ നേതാവ് സൂചിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രതികരണ ശേഷിയുള്ള സക്രിയമായ ചർച്ചകളിൽ ഇടപെട്ടുകൊണ്ട് സക്രിയമായ ഇടപെടൽ രാഷ്ട്രീയ വേദികളിൽ നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു യുവ സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ടത് നാടിന്റെ അനിവാര്യതയാണ്. ഇന്ന് നാം നേരിടുന്ന ഭീഷണികളെ അതിജീവിക്കുവാൻ രാഷ്ട്രീയവാദം പൊതുവിൽ യുവ സമൂഹത്തെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടോ, പിറകോട്ടടിച്ചിട്ടുണ്ടോ, രാജ്യ പുരോഗതിക്ക് തടസ്സമാക്കിയിട്ടുണ്ടോ, അവിടെയെല്ലാം കൃത്യമായ ഇടപെടൽ നടത്താൻ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവ സമൂഹത്തെ കെട്ടിപ്പടുത്തേ മതിയാകും. മലയാളിയുടെ മാറുന്ന ശീലങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ? എപ്രകാരമാണ് ഇത്രയും വലിയതായ ഒരു രാഷ്ട്രീയവാദ ത്വര യുവാക്കളുടെ ഇടയിൽ പടർന്നു പന്തലിക്കാൻ കാരണമായത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ചർച്ച ഉണ്ടായേ മതിയാകും. ഇവിടെ ഉദ്ഘാടന പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വാദഗതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടി നിലപാടിന്റെ ഭാഗമായി വരുന്നതാണ്. ഭാഗികമായി അതിനെ അംഗീകരിക്കുവാനും എനിക്ക് മടിയില്ല. കോർപ്പറേറ്റുകളുടെ അതിശക്തമായ സ്വാധീനം ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. കോർപ്പറേറ്റുകളുടെ അമിതമായിട്ടുള്ള സ്വാധീനം നമ്മുടെ രാജ്യത്ത് കടന്നു വന്നപ്പോൾ അതിന് വശംവദരാകുന്ന ഭരണകൂടത്തിന്റെ ചെയ്തികൾ രാഷ്ട്രീയവാദത്തിന് കാരണമായിട്ടുണ്ട്. ശരിയായ ഒരു പ്രസ്താവന തന്നെയാണ്. പക്ഷെ അവിടെയും ഒരു യുവജന സംഘടനയുടെ പ്രതിനിധിയായി സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രസ്ഥാനത്തിന് ഉൾപ്പെടെ തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞാൻ മടി കാണിക്കുന്നില്ല. പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അപ്പോൾ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുൾപ്പെടെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗത്ത്, വ്യാവസായിക രംഗത്ത് ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിലേക്ക് ആനയിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തിക രംഗത്ത് ഒരു വലിയ മാറ്റം അനിവാര്യമായിരുന്നു. 100 ലക്ഷം മന്ത്രങ്ങൾ അതിന്റെ ഭാഗമായി വന്നതാണ്. അതിനായിട്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകുന്നു. തൊഴിലേഷുന്ന വലിയ ഉണ്ടായി. പക്ഷെ ആ തൊഴിലിലൂടെ അസംബദ്ധരാകാതെ സമൂഹത്തെ വഴിതെറ്റാതെ നയിക്കുക എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്നും പ്രമുഖമായ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഏതാണ്ട് ഒരു നിശ്ചിത ശതമാനം പരാജയപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷികൾക്ക്, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെറിയ തെറ്റു സംഭവിച്ചു. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഒരിക്കലും സാമ്രാജ്യത്വ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കുന്ന ആ ഒരു പ്രവണത കോൺഗ്രസിന്റെ ഒരു നയപരിപാടിയിൽ ഒരിടത്തും കാണാനാകില്ല.
ഇവിടെ ചില കുറവുകൾ ഉണ്ട് എങ്കിലും അതിനെ സ്വയം തിരുത്തി സ്വന്തമായ വിശകലനങ്ങളിലൂടെ അതിനെ മറികടന്ന് മുൻപോട്ട് പോകുവാൻ എന്നും കോൺഗ്രസ് പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് സത്യമായ ഒരു വസ്തുതയാണ്. ജനപക്ഷ നിലപാടുകൾ ഒരു വശത്ത് സ്വീകരിച്ചുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ കൃത്യമായ വിശകലനവുമാണ്, അഭിപ്രായവുമാണ്. അങ്ങനെയാണ് എല്ലാവർക്കും ഭക്ഷണവും, എല്ലാവർക്കും തൊഴിലും, എല്ലാവർക്കും വിദ്യാഭ്യാസവും ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്ന ധാരാളം ഉണ്ടായത്. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ്. ഇപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കടക്കം CPIM-നടക്കം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നയസമീപനങ്ങളെ എതിർക്കുന്നവർ അവരും ഭരണതലത്തിൽ കടന്നു വന്നപ്പോൾ അവർക്കും സംഭവിച്ചതായ പിഴവ് എന്നത് ചെറുതല്ല. അങ്ങനെയാണ് അവരുടെ നയപരിപാടികളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാലഘട്ടത്തിൽ സമരം ചെയ്തവർ പിന്നീട് അതിന്റെ ഉടമസ്ഥരായി മാറിയത് എങ്ങനെ? 30 വർഷക്കാലം പശ്ചിമ ബംഗാളിൽ ഭരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴിതെറ്റിയത് എങ്ങനെ? സിംഗൂരിലും നന്ദിഗ്രാമിലും പാവപ്പെട്ട കർഷക ജനതയെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രാദേശിക ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കേണ്ടി വന്നത് എങ്ങനെ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ മറുപടി പറയേണ്ടത് അവരാണ്, വിമർശകരായി നിന്നവരാണ്. അപ്പോൾ വിമർശകരായി നിന്നവരും മൂലധന ശക്തികൾക്ക് മുമ്പിൽ എപ്പോഴെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്നിന്റെ സമൂഹം ഏറ്റുവാങ്ങേണ്ടതായി വരുന്ന അരാഷ്ട്രീയവൽക്കരണത്തിന്റെ ആ യഥാർത്ഥമായിട്ടുള്ള പരിണിത ഫലം അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾക്ക് അവരും കാരണമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കട്ടെ. രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട യുവസമൂഹം വഴിതെറ്റുകയാണ് അല്ലെങ്കിൽ വഴിതെറ്റി പോവുകയാണ് എന്ന് വിമർശിക്കുന്നു. വഴിപോയി ഞാൻ അവകാശം ആ ഒരു ഞാൻ ഇല്ല. പക്ഷേ വഴിച്ചുവാനുള്ള അവസ്ഥയും ഇന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അവിടെയാണ് ഒരു യുവജന സംഘടനയുടെ റോൾ. അവിടെയാണ് ഒരു യുവജന സംഘടന നമുക്ക് നയിക്കാനാവില്ല. അതിയാണെന്ന് നമുക്ക് പൂർണ്ണമായും അതിന്റെ പറഞ്ഞുവിടാനാവില്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയുടെ എല്ലാ മൂല്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അതിൻ്റെതായ എല്ലാ പ്രോഗ്രസീവായ ഒരു സമൂഹത്തെ നേരായ രീതിയിൽ മുൻപോട്ട് നയിക്കുവാൻ പ്രാപ്തമാകുന്ന എല്ലാ ഗുണവശങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നു. മറിച്ച് തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോ ക്രിയാത്മകമായി സമൂഹത്തിൽ ഇടപെടുവാൻ, പോസിറ്റീവായി പ്രതികരിക്കുവാൻ, തെറ്റുകൾക്ക് നേരെ പ്രതികരിക്കുവാൻ, പുതിയ യുവ സമൂഹത്തെ സജ്ജമാക്കുവാൻ ഓരോ യുവജന സംഘടനയ്ക്കും ആത്യന്തികമായി സാധിക്കേണ്ടതാണ്. മലയാളിയുടെ മാറുന്ന ശീലം നമ്മുടെ നാടിനുണ്ടാക്കിയിട്ടുള്ള അത്യാപത്തുകൾ നിരവധിയാണ്. കാർഷിക രംഗത്തുൾപ്പെടെ നമ്മുടെ സാംസ്കാരിക രംഗത്തുൾപ്പെടെ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, അപജയം, ഇതെല്ലാം അതിന്റെ ദൃഷ്ടാന്തങ്ങളായി മുൻപിൽ നിൽക്കുകയാണ്. ഇന്ന് കേരളം ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയതായ ഒരു ദുരന്ത സമാനമായിട്ടുള്ള അവസ്ഥ, രോഗാതുരമായ ഒരു തലമുറ കേരളത്തിൽ ഇന്ന് കൂടിക്കൂടി വരുന്നു, പെരുകി വരുന്നു. മാറാ രോഗങ്ങളാൽ
ക്യാൻസർ ഉൾപ്പെടെയുള്ള മാറാരോഗങ്ങൾ പകർച്ചവ്യാധി പോലെ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുമ്പോൾ എന്താണ് അതിന് പരിഹാരം എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റും ഭരണ സംവിധാനങ്ങളും എല്ലാം പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഏതാണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളും പ്രതിബദ്ധതയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൃഷി ഒരു സംസ്കാരമായിരുന്നു, ആ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വരണം എന്ന ഒരു തിരിച്ചറിവിന്റെ മേഖലയിൽ എത്തിയിട്ടുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നു വരുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ആരോഗ്യരംഗത്ത് രോഗാതുരമായ ഒരു തലമുറയെ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാറാരോഗങ്ങൾക്ക് തള്ളിവിടുന്ന അത്തരമൊരു അത്തരമുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്ന ഒരു സാഹചര്യം, അതിനെ ഒഴിവാക്കാൻ ഒരുപാട് ചികിത്സാ സംവിധാനങ്ങൾ നമുക്കുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഗവൺമെന്റ് അതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട്, ചികിത്സ സൗജന്യമാക്കി നൽകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും യഥാർത്ഥ പ്രതിവിധിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നാം ഓരോരുത്തരും നാളെയുടെ ഭാവി എന്ന് പറയുന്ന യുവസമൂഹമാണ് അതിൽ കൂടുതലായി ഉയർന്നു ചിന്തിക്കേണ്ടത് എന്നതാണ് വ്യക്തമായ എന്റെ പക്ഷം. യുവസമൂഹം, കൃഷി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു, പക്ഷെ കൃഷിയിൽ നിന്നും ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, കൃഷി ചെയ്യുന്നവൻ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുന്നവനെ ഒരുപക്ഷെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പുതിയ തലമുറ മാറിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. എന്റെ പിതാവ്, എന്റെ അച്ഛൻ, എന്റെ ബാപ്പ ഒരു കൃഷിക്കാരനാണ് എന്ന് പറയാൻ മടിക്കുന്ന വിദ്യാർത്ഥികളായി ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും, എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഭൂരിഭാഗവും അങ്ങനെയാണ് എന്ന് ഒരിക്കലും പറയാം. ചെറിയ ഒരു ന്യൂനപക്ഷമെങ്കിലും എന്റെ പിതാവ്, എന്റെ ബാപ്പ, എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ് എന്ന് പറയുന്നതിൽ മടി കാണിക്കുന്ന നിലയിലേക്ക് അത്രമാത്രം ഉപഭോഗ സംസ്കാരം കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ ജൈവ കൃഷിയുടെ പ്രാധാന്യം ഉൾപ്പെടെ ഇന്ന് യുവജന സംഘടനകളുടെ ഉൾപ്പെടെ മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നു. നാളെയുടെ ഭാവിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മലയാളിയുടെ മാറുന്ന ശീലങ്ങളിൽ, മാറുന്ന കാഴ്ചപ്പാടുകളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ട് എന്നത് ശുഭോദർക്കമാണ്. മലയാള ഭാഷയെ പോലും മറക്കുന്ന മലയാളികൾ എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ സമൂഹം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. മലയാളം എന്ന് പോലും തികച്ചു പറയാൻ പറ്റാത്ത, മലയാളം എന്ന് പോലും ശുദ്ധമായ ഭാഷയിൽ ഉച്ചരിക്കാൻ കഴിയാത്ത അവതാരകർ ഒക്കെയാണ് ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ കൂടുതലായി ഉള്ളത് എന്ന നിലയിലേക്ക് ഇന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പോ അത്തരമൊരു ശൈലിയിൽ നിന്നും അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ. ഉണർവിന്റെ യൗവനം, തകരുന്ന പൈതൃകവും തകരുന്ന സംസ്കൃതിയും ആ നിലയിൽ നിന്നുകൊണ്ട് ഉണരുന്ന യൗവനം കൂടുതൽ ഉയർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയതായ സാമൂഹിക പ്രതിബദ്ധതയുള്ള, രാഷ്ട്രീയ പ്രതികരണ ശേഷിയുള്ള ഒരു യുവ സമൂഹത്തിന്റെ വീണ്ടെടുപ്പ് ഇന്ന് രാജ്യത്തിന്റെ അനിവാര്യതയാണ് എന്ന് ഇവിടെ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ അതിനോട് യോജിക്കും. നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അരാഷ്ട്രീയവാദത്തിന്റെ പിടിയിൽ അമർന്നു പോയ ഒരു യുവ സമൂഹമാണ് ഇതിന് 1% കാരണക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ തെറ്റു പറയുകയില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് വോട്ട് രേഖപ്പെടുത്തിയ ചെറുപ്പക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ശതമാനമാണ്. 2004-ലെയും 2009-ലെയും പൊതു തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടർമാരായി വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ വലിയ ശതമാനം, 10%-ലധികം വർധനവ് കന്നി വോട്ടർമാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു സമൂഹം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണ് എന്നതിൽ ആ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലൂടെ ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട് എന്ന എൻ്റെ അഭിപ്രായം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന ആളുകൾ ഭരണതലത്തിൽ കടന്നു വരുന്നതിന് കാരണമായിട്ടുള്ളത്
എന്നതിനെ സംബന്ധിച്ചും ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതിനെ നമുക്ക് തെറ്റു പറയാനാകില്ല. അപ്പോ നമ്മുടെ രാജ്യത്തെ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യം ഇന്ന് വരെ ആർജിച്ചതായ മുഴുവൻ നേട്ടങ്ങളും, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യത്തെ ഇന്നും നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് ഭരണകർത്താക്കളുടെ ശൈലിയിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നാളെ ഒരുപക്ഷെ അതിന് തടസ്സമാകുമോ എന്നതിനെ സംബന്ധിച്ചും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാത്മാഗാന്ധി മുതൽ മദർ തെരേസ വരെ ഇന്ന് പൊതുനിരത്തിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ രക്തസാക്ഷിയായിരുന്നു. ഇന്ത്യയിലെ ഹൈന്ദവനും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഈ രാജ്യത്തുണ്ടാവണം എന്ന് ശാഠ്യം പിടിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയേക്കാൾ ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ ഘാതകൻ നാഥുറാം വിനായക ഗോഡ്സെ എന്ന് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതും ശരിയാണ് എന്ന് പ്രതികരിക്കുന്ന യുവതലമുറ ഇന്ന് ഈ രാജ്യത്തുണ്ട്. ഗോഡ്സെയുടെ പ്രതിമ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്ഥാപിക്കണം എന്ന് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നവമാധ്യമങ്ങളിൽ അത് ശരിയാണ് എന്ന് പ്രതികരിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് ധാരാളമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അഗതിയുടെ അമ്മയായി, അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ കുപ്പത്തൊട്ടിയിൽ കിടന്നുറങ്ങുന്നവരുടെ അശരണരുടെ അമ്മയായ മദർ തെരേസയെ ഘർവാപ്പസി നയത്തിന്റെ ഭാഗമാക്കി മാറ്റിയവർ, അവർ ആ നിലയിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അതും ശരിയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, യുവസമൂഹം നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ട് എന്നത് ഈ രാജ്യത്തിന്റെ ഭീഷണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. അപ്പോൾ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും വലിയതായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷപരമായ പ്രത്യേകത ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്ന, എതിർക്കുന്നവനെ അംഗീകരിക്കുന്ന, എന്റെ എതിരാളിയെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നു എന്ന മഹത്തായ നിർവചനമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സാർത്ഥകമാക്കുന്നതെങ്കിൽ, ന്യൂനപക്ഷമില്ലാത്ത ഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയേറുന്ന ഒരു ജനാധിപത്യമാണ് ഒരുപക്ഷെ ഭരണകർത്താക്കൾ അംഗീകരിക്കുന്നത് എന്ന നിലയിലാണ് നമ്മൾ കാക്ഷിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം ഭീഷണിയെ അഭിമുഖീകരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന, അഭിപ്രായ പ്രകടനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ അവസരവും നൽകുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ സവിശേഷതകളെയും ഇന്ന് തച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്ററി ജനാധിപത്യത്തെ പരിപൂർണമായി ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകണം എന്ന നിലയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് അഭികാമ്യം എന്ന് പറയുന്നു. അപ്പോൾ അതിലൂടെ ഒരുപക്ഷെ ഏകമത രാഷ്ട്രമോ അല്ലെങ്കിൽ അവരുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോ സംരക്ഷിക്കപ്പെടും എന്ന നിലയിലാണ് അവരുടെ നയപരിപാടികൾ കടന്നു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ നിസ്തർക്കം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഫാസിസ്റ്റ് ശൈലിക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉണർന്നു വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ്മ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചും ഈ സമ്മേളനം ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മാറുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ പ്രത്യാശ കിരണമായി ഏറ്റെടുക്കേണ്ടതായ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് ശക്തമായ നിലപാട് SYSന്റെ സമ്മേളനത്തെ സംബന്ധിച്ച് പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ്. അടുക്കും ചിട്ടയും ഉന്നതമായ സംഘടനാ വൈഭവത്തോടുകൂടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ ദിവസം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട 25,000-ലധികം വരുന്ന വോളണ്ടിയർമാരുടെ പ്രകടനത്തോടുകൂടി നാളെ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനം ഉൾപ്പെടെ അത് കേരളത്തിന്റെ പ്രതീക്ഷയായി മാറിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
വിശ്വാസ്യതയും സ്വീകാര്യതയും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടതായി വന്നത് എങ്കിൽ വിശ്വാസ്യതയും സ്വീകാര്യതയുമുള്ള ഒരു പ്രസ്ഥാനമായി ബഹുമാന്യനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ SYSന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലകളിൽ എങ്കിൽ നാളുകളിലും അതിന് സാധിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള അനേകായിരം വരുന്ന യുവാക്കളുടെ ആ കഴിഞ്ഞകാല ചരിത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടം നയിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ പോരാട്ടം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം ഈ രാജ്യത്ത് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലായിരുന്നു. ലോകത്തെ മാറ്റിമറിച്ച മുഴുവൻ യുവാക്കളും, ലോകത്തെ മാറ്റിമറിച്ചവരിൽ വലിയ ശതമാനം വരുന്ന ആളുകളും യുവാക്കളായിരുന്നു എന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും നമുക്കത് കാണാൻ കഴിയും. പാകിസ്ഥാനിലെ സ്വാത്ത് താഴ്വരയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാട്ടം നയിച്ച മലാല യൂസഫ്സായിയുടെ ചരിത്രമാണ് ലോക രാഷ്ട്രീയം ഇന്ന് നോക്കിക്കാണുന്നത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, കൊച്ചു പെൺകുട്ടി, സ്വന്തം കൂടപ്പിറപ്പുകൾ, സ്വന്തം സഹോദരിമാർ, സ്വന്തം അയൽപ്പക്കക്കാർ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്നതിന്റെ പേരിൽ പോരാട്ടം നയിച്ചതിന്റെ പേരിൽ താലിബാൻ ഭീകരരുടെ വെടിയേൽക്കേണ്ടി വന്നിട്ടും അവരുടെ പോരാട്ടം ഇനിയും അവസാനിപ്പിക്കാതെ അവർ മുൻപോട്ട് പോവുകയാണ്. സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം നൽകിയാണ് ലോകം മലാല യൂസഫ്സായിയെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിന്റെ തലമുറയിൽ ഏറ്റവും വലിയ വിപ്ലവകാരിയായി ഉയർത്തി കാണിക്കപ്പെടുന്നത്, ലോക രാഷ്ട്രീയത്തിൽ ഉയർത്തി കാണിക്കപ്പെടുന്നതും ഒരു ചെറുപ്പക്കാരിയാണ്, ഒരു വിദ്യാർത്ഥിനിയാണ് എന്ന് പറയുമ്പോൾ യുവ സമൂഹത്തിന് അത് കൂടുതൽ പ്രചോദനം നൽകുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട വിശ്വാസ്യതയും സ്വീകാര്യതയും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തമമായ പോരാട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് SYSനോടൊപ്പം ആ സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി എന്റെ പ്രസ്ഥാനവും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒന്ന്. താജുൽ ഉലമ നഗരിയിൽ വളരെ പ്രധാനമായ ഒരു ചടങ്ങിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധത്തിലുമുള്ള കരുത്തും ആത്മീയ നേതാവുമായിരുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട വ്യവസായിയും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ കാൽവെപ്പുകൾ നടത്തി സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ മംഗലാപുരം ഏനപ്പോയ അബ്ദുൽ കുഞ്ഞ് സാഹിബ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം പറയുന്നതിൻ്റെ പുറമെ നമ്മുടെ മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ 60 വർഷത്തെ നമ്മുടെ ചരിത്രം ഒപ്പിയെടുക്കുന്ന നമ്മുടെ സ്മരണിക 60ാം വാർഷിക സമ്മേളന സ്മരണിക
അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ഈ ചടങ്ങിൽ പ്രകാശനം നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സ്വാഗത സംഘം കൺവീനറായ ബഹുമാനപ്പെട്ട MN കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് അവറുകളാണ്. രണ്ടുപേരെയും ആദരപൂർവം ഇതിന്റെ പ്രകാശനം നിർവഹിക്കാൻ ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞു സാഹിബിനെയും അതുപോലെ സ്വീകരിക്കാൻ കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിനെയും ആദരപൂർവം ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.